ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ മൂകാംബികയിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ ചെറിയമ്മേൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ 60-ാം പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് സെറ്റാക്കിയതിന് ശേഷം ഡിസൈൻ ചെയ്യണത് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. കേക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കളറും തന്നെ ഓല് ഇന്ന കളറ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബ്ലൂ കളർ എടുത്തത്. കുട്ടിച്ചേൻ്റെ ഷർട്ടിൻ്റെ കളറ് വൈറ്റുമ്മേ ഇതുപോലത്തെ ബ്ലൂ കളറാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കളർ എടുത്തു കേട്ടോ. പിന്നെ ബർത്ത്ഡേൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. 2 ടയർ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഡിസൈൻ ആക്കാമെന്നൊക്കെ കരുതിട്ടോ. ഇത് കേക്ക് ക്രീം കോട്ടും ചെയ്ത് പിന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ വിപ്പിംഗ് ക്രീമിൽ തന്നെ കളർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. പാർട്ടി മീൻസ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നല്ലാതെ പുറത്തുനിന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടുന്ന ഒരു ഫംഗ്ഷന് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കഴിച്ചിട്ടും തന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോൾ. പിന്നെ പറഞ്ഞാൽ കേക്ക് ഞാൻ അത്രയും സന്തോഷത്തോടെ ഇഷ്ടത്തോടെയും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കുക പറഞ്ഞാൽ. ഇവിടെ എൻ്റെ മക്കൾക്ക് അങ്ങനെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കാൻ. അവർക്ക് ഇനിയിപ്പോൾ ഞാൻ എത്രയോ തവണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും അവർക്ക് ഭയങ്കര കേക്ക് പറഞ്ഞാൽ ജീവനാണ്. കേക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറിലും 5 ലിറ്ററിൻ്റെ കുക്കറിലായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതാ ഞാൻ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഡിസൈന് ഫ്ലവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഞാൻ കുത്തി കൊടുത്തു. ഡിസൈൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ 16 എന്നുള്ളൊരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നും കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടോ, വൈറ്റ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഇതാ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുക കേട്ടോ. അതാ ബോക്സിലൊക്കെ ആക്കിയിട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോയാൽ മതി. പുതിയ കാളം എന്നറിയിട്ടോ സ്ഥലത്താണ്. അമ്മേൻ്റെ അനിയത്തീൻ്റെ ഭർത്താവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതാ ഡെക്കറേഷനൊക്കെ ചെയ്തു. ഞങ്ങൾ വന്നു, ഇവിടെ ഇരുന്നു. പിന്നെ അത് അമ്മേൻ്റെ അനിയത്തി, അത് അമ്മമ്മേനെയൊക്കെ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് അമ്മമ്മേൻ്റെ അനിയത്തി കേട്ടോ. പിന്നെ അതാ മക്കളൊക്കെ ഇപ്പം തന്നെ ചാടിക്കളിക്കലൊക്കെ തുടങ്ങിയിട്ടോ. കണ്ണനും ആമി ആദ്യമൊക്കെയാണ്, ലച്ചുണ്ട്. പിന്നെ അതാ ഒരു 7:30-8 മണിയൊക്കെ ആവാൻ നേരത്താണ് കേക്ക് മുറിക്കലൊക്കെ തുടങ്ങിയത്. അപ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെ കുറച്ച് ബന്ധുക്കളും പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള വീട്ടുകാരും അവരൊക്കെയാണ് കേട്ടോ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേക്ക് മുറിക്കാനായിട്ട് റെഡി ആവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്തത് ഏട്ടനാട്ടോ, എല്ലാവരും ഇങ്ങനെ കാണിച്ച്. പിന്നെ ഇതാ കേക്ക് മുറിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വോയിസ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. ഒരു പക്ഷേ നമുക്ക് എങ്ങാനും സൗണ്ടൊക്കെ കൂടുതലൊക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടിയാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ കേക്കൊക്കെ മുറിച്ചു. കുട്ടിച്ചയ്ക്ക് 3 ആൺകുട്ടികളാട്ടോ. വലുതാണ് ഗ്രീൻ കളർ ഇട്ടത് വേണുവേട്ടനെ തന്നെ മറ്റേ നമ്മുടെ അജുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവരെ ഭാര്യ രേഷ്മ, പിന്നെ ഓലെ 2 കുട്ടികൾ. പിന്നെ ഈ പിങ്ക് ഷർട്ട് ഇട്ടതാണ് ഒരു ചെറിയ മകൻ കേട്ടോ, ബാബേട്ടൻ. പിന്നെ ഓരോ ഭാര്യയാണ് ഇപ്പുറത്ത് ഷിഞ്ചിത, ഒരു മകനാണ്. ഇത് ചെറുതിട്ട് ഒരു കുട്ടിയുള്ളൂ. പിന്നെ ബാബേൻ്റെ ഇപ്പുറത്ത് ഒരു മെറൂൺ ടീഷർട്ട് ഇട്ടിട്ടൊരു ഏട്ടനും കൂടി ഉണ്ട്, അത് വിബിയേട്ടൻ, അത് 2ാമത്തെ മോനാട്ടോ. കേക്കൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഴിക്കണ കണ്ടപ്പോൾ സത്യം പറയല്ലോ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഏതായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട്
ഇവിടുത്തെ അമ്മമ്മ ഉണ്ടല്ലോ, അമ്മമ്മ കുട്ടച്ചയ്ക്ക് ഒരു പൊന്നാടയും കൂടെ അണിയിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാവരും വന്നിട്ട് കുട്ടച്ചയ്ക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഈ കാണുന്നതൊക്കെ കുട്ടച്ചേൻ്റെ പെങ്ങളും പെങ്ങന്മാരൊക്കെയാണ് കേട്ടോ. 2 പെങ്ങളാണിത്. അപ്പോൾ അവരൊക്കെ കേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ. ഇതുപോലെ നമ്മൾ കുറേ പ്രായമൊക്കെ ആയിട്ട് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഇത് കുട്ടച്ചേൻ്റെ 3 പേരക്കുട്ടികളും കൂടെ കൊടുക്കണൊരു ഗിഫ്റ്റാട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണേട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ആ സമയം ഇവിടെ രേഷ്മേൻ്റെ വേണേട്ടൻ്റെ ഭാര്യയുണ്ടല്ലോ രേഷ്മ, ഒരച്ഛനാണ് കേട്ടോ അത്. അവർ പാട്ടൊക്കെ പാടുകയാണ്. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലോണം പാടുന്നുണ്ട് രേഷ്മേൻ്റെ അച്ഛൻ കേട്ടോ. പിന്നെ ഇത് അവിടെ പുതിയളത്തുള്ളൊരു ഏട്ടനാണ്, പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഏട്ടനും പാടി. ഇതിൽ ലൈജുവേട്ടൻ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ലൈജുവേട്ടൻ തന്നെ നന്നായിട്ട് പാടും. പിന്നെ രേഷ്മേൻ്റെ ഏട്ടനും പാടി. രേഷ്മേൻ്റെ ഏട്ടനും തന്നെ നല്ലോണം പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്